എന്നിട്ട് ശേഷം എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന്. എനിക്കിന്ന് വർക്കില്ല, എനിക്കിന്ന് ഓഫാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാൻസ് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. ഞാൻ പൊതുവെ വലിയ മേക്കപ്പിൽ ഭയങ്കര ഇതൊന്നുമല്ല, എനിക്ക് മേക്കപ്പ് അറിയില്ല, ഒട്ടും എനിക്കറിയില്ല. ഞാനിങ്ങനെ എന്താ പറയേണ്ടത്, ഒരു മോയ്സ്ചറൈസറോ അങ്ങനെയെല്ലാം ഇട്ടിട്ടാണ് ഞാൻ പോലെ. പിന്നെ ഈ തണുപ്പത്ത് നാട്ടിലെല്ലാണെങ്കിൽ ഞാൻ എന്തെല്ലോ ഇപ്പോൾ കല്യാണത്തിനെല്ലാം പോകുമ്പോൾ എന്തെല്ലോ ലിപ്സ്റ്റിക്കും മറ്റേ വലിയ കണ്ണി ഐലൈനറും ബ്ലഷ് ഷെഡും ഇട്ടിട്ട് നടക്കും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ തണുപ്പത്ത് ആര് കാണാൻ, അല്ലെങ്കിൽ ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് തണുപ്പത്ത് ഫുള്ള് മൂടി പൊടിച്ചിട്ട് പോകുന്ന നമുക്ക് എന്തെന്ന് മേക്കപ്പ്, ഒരു ലിപ് ബാമും പിന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ കുറച്ച് ഇടലുണ്ട്, അതെല്ലാം ഇട്ടിട്ട് പോകുന്നല്ലാണ്ട് എന്താ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഇങ്ങനെയുള്ള വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ, ഈ തണുപ്പത്ത് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുക. പിന്നെ അത്രക്കും ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ മാത്രം ഞാൻ കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങിപ്പോൾ, അല്ലാതെ ഞാൻ എവിടെയും ഒരുങ്ങാറിയില്ല. ഞാനിങ്ങനെ സാധാരണ ഒരുങ്ങിയിട്ടാണ് പോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ലൊരു മോയ്സ്ചറൈസർ എടുത്തിട്ടാണ് ഞാൻ തേക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ എല്ലാ മോയ്സ്ചറൈസറും തേക്കും. എനിക്കിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒന്നേ എടുത്തുവിടൂ, അങ്ങനെ ബ്രാൻഡ് ഇട്ടുവിടും, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ ശീലവും ഇല്ല, മനസ്സിലായില്ലേ? എനിക്ക് സാധാരണ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ തേക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തേക്കുന്നത് നിവ്യയാണ്. നമുക്ക് നിവ്യ എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല രീതിയിൽ തമണം. എനിക്ക് ഈ ഇങ്ങനെ എന്താ പറയണ്ടേ, വലിയ പ്രൊഫഷണലായിട്ടൊന്നും എനിക്ക് മുട്ടത്ത് ഇടാനൊന്നും അറിയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഇല്ലേ, കാണലുണ്ട്, പക്ഷെ എനിക്ക് ഇടാനൊന്നും അറിയില്ല. നോക്കലുണ്ട്, ഇടാൻ ആവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ലിപ് ബാം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മസ്കാര ഇട്ടിട്ട് ഇങ്ങനെ തിളങ്ങണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മസ്കാര ഇട്ടിട്ട് ഇതിൻ്റെ കണ്ണിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നല്ല അടിപൊളി മസ്കാരയാണ്. ഇതെന്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് എന്തോ ഞാൻ ഇവിടുന്ന് കോസ്മെറ്റിക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞു, അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ അടിപൊളിയാട്ടോ, സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പോൾ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രഷും കാര്യമെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കത് വെച്ചിട്ട് യൂസ് ചെയ്യാൻ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കൈ കൊണ്ട് തന്നെ തേച്ചിട്ട് ഇങ്ങനെ നല്ല ചോപ്പിക്കൂലല്ല. ഓക്കെ, കാണിച്ചു തരാം. കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടോ ഒരു ഭംഗിയുണ്ടോ? അയ്യോ. ഓക്കെ, അപ്പോൾ അതിട്ടായി. ഇങ്ങനെ വിചാരിക്കുന്നു, ഈ ലിപ്സ്റ്റിക്ക് പോലും ഇടാൻ അറിയാത്തതോ ഇവളെന്ത് തേങ്ങ കാണിക്കുന്നത്. എനിക്കിങ്ങനെയല്ലേ അറിയുള്ളൂ. ഓക്കെ, എങ്ങനെയുണ്ട്? ഇതാണ് അവൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഇത്രയും മേക്കപ്പ് ചെയ്യാൻ അറിയുള്ളൂ. പിന്നെ ഫൗണ്ടേഷനെല്ലാം ഇട്ടിട്ട് മറ്റേ കണ്ണെല്ലാം എഴുതി ചെയ്യാൻ അറിയാം, പക്ഷേ ഐ എം നോട്ട് പ്രൊഫഷണൽ. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്നെ കുറേ പേരോട് ചോദിക്കുന്നുണ്ട് മുടി എന്താ അങ്ങനെ ആക്കി വെച്ചത്. സംഭവം പറഞ്ഞിട്ടുണ്ടല്ലോ കേസ്, പറ്റിപ്പോയതാണ്. ഞാൻ മുന്നിൽ ബാങ്ക്സ് കട്ട് ചെയ്തിടാൻ വെച്ചാൽ, കാരണം എൻ്റെ മുടി ഞാൻ സ്മൂത്തനിങ്ങും മറ്റേ പെർമനന്റ് ബ്ലോ ഡ്രൈലും ചെയ്തിട്ട് വെച്ചതാണ്. ഇപ്പം എൻ്റെ മുടി ഇവിടെ വന്നതിന് ശേഷം ഫുള്ളിന് ചുരുണ്ട് നിൽക്കുന്നത്. അറിയില്ല അതെന്തുകൊണ്ടാണെന്ന്, എന്തിനാണെന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഓക്കെ, anyways, I love my curls. ഞാൻ കുറച്ച് ഡിഫൈൻ ചെയ്തത് വെക്കുന്നു മാത്രം. ഓക്കെ, അപ്പോൾ ഇത് സംഭവം പറ്റിപ്പോയതാണ്. ഇപ്പോൾ വളരുന്നുണ്ട്, ഇപ്പോൾ മുടി നേരെ നിൽക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, സ്പൈക്കാണെങ്കിൽ മോളിനായിക്ക് നിൽക്കും. ഇപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പോൾ ഞാനത് എങ്ങനെയല്ല സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ശരിയാവായിരിക്കും വളരുന്ന മുടിയല്ലേ അല്ലേ? എന്താണ്? അപ്പോൾ ശരി, അപ്പോൾ ഇത്ര ഗെറ്റ് റെഡി വിത്ത് മീ ഉള്ളൂ. ഇഷ്ടപ്പെടാണെങ്കിൽ you have to like my video, comment and share. Thank you so much. Bye.